ജയ്ക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും നടപടിയെടുത്ത ധീരമായ നടപടിയെടുത്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ സസ്പെൻഷനെക്കുറിച്ച് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെയൊക്കെ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയാണിപ്പോൾ. അതിനുശേഷമാണിപ്പോൾ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ആ നടപടികൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നൽകിയ ഉറപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയില്ല, അത് ക്ലോസ് ചെയ്തു കഴിഞ്ഞു എന്ന ഒരു നില സ്വീകരിച്ച് നിൽക്കാനാവുമോ? അതെ, ആ ചോദ്യത്തിനുള്ള ഏറ്റവും ഋജുവായ മറുപടി ഇന്ന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെയുണ്ട്. നിർബന്ധമായി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിലെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രസക്തമായ ഭാഗം മാധ്യമ പ്രവർത്തകരായ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ സമഞ്ജസമായ പ്രതികരണം എന്താണ്? എത്ര കാലം ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുമെന്നാണ് ഈ കൂട്ടർ കരുതുന്നത് എന്നുള്ളതാണ്. എത്ര കാലം ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ ബഹുമാനീയനായ പ്രതിനിധിയാവട്ടെ, ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രതിപക്ഷ നേതാവട്ടെ, ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കോൺഗ്രസ് ഹാൻഡിലുകൾ മുതൽ അപൂർവം വരുന്ന ചില മാധ്യമ പ്രവർത്തകർ വരെ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ നമ്മുടെ സഹപാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ഷുക്കൂർ വക്കീൽ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അവരൊക്കെ ശ്രമിക്കുന്നത് പ്രജ്വൽ രേവണ്ണ മുതൽ ബ്രിജ്ഭൂഷണെ വരെ ചൂണ്ടിക്കാട്ടും, കേരളത്തിൽ ഏതെങ്കിലും ഒരു മറ്റ് പാളയത്തിലെ MLA ചൂണ്ടിക്കാട്ടും, എന്നിട്ട് പറയും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കാര്യത്തിൽ BJPക്കോ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടതില്ല, നിങ്ങളൊക്കെ കണക്കാണ്, അതുകൊണ്ട് ബഹുമാനീയനായ പാലക്കാട് MLAയും ഇതേപോലെ തന്നെ കണക്കാണ് എന്നുള്ള നിലയിലുള്ള വൃത്തികെട്ട തരംതാന്ന ബാലൻസിങ്ങിന് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ അപൂർവം വരുന്ന അന്തസ്സില്ലാത്ത കോൺഗ്രസ് ഹാൻഡിലുകൾ ശ്രമിക്കുന്നത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും കോൺഗ്രസ് പ്രതിനിധി അതിന് സമാനമായ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഞാനിപ്പോൾ ലീക്ക് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു വാട്സപ്പ് ചാറ്റിന്റെ വിശദീകരണത്തിലേക്കോ വോയിസ് ക്ലിപ്പിലേക്കോ ഫോൺ സംഭാഷണത്തിലേക്കോ ഒന്നും പോകുന്നില്ല. നമ്മളുടെ മുമ്പിൽ ചരിത്രത്തിൽ ഇങ്ങനെ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ആണ് യാതൊരു നാണവും കൂടാതെ ചില കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ചോദിക്കുന്നത്. ചരിത്രത്തിൽ ഇത്തരമൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മളെല്ലാവരും അപജയപ്പെട്ട് തലകുനിച്ച് ലോകത്തിന് മനുഷ്യർക്ക് മുമ്പിൽ നിലനിൽക്കേണ്ട വന്ന ഇത്തരമൊരു അനുഭവം കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ഒന്ന് വിശദീകരിച്ച് നൽകിയാൽ മതി. എങ്ങനെയാണ് നമ്മളൊരാളെ ട്രീറ്റ് ചെയ്യുന്നത്? എത്രയോ ഇൻഹ്യൂമൈൻ ആയിട്ടാണ്, മനുഷ്യത്വ വിരുദ്ധത എത്രമേൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, എത്രയോ കുടിലമായിട്ടാണ്, ആർദ്രത തെല്ലുമില്ലാതെയാണ്, എല്ലാ അർത്ഥത്തിലും വളരെ പരിഗണന അർഹിക്കേണ്ട അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരാളോട്, മറ്റൊരു മനുഷ്യനോട് നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്ര സെക്കൻഡുകൾ മാത്രം പോരെ എന്ന് ചോദിച്ച ഒരു MLA, കോൺഗ്രസ് അല്ല ഏതുമാവട്ടെ, ബഹുമാനീയനായ കോൺഗ്രസ് നേതാവ് അങ്ങേക്കൊന്ന് കാണിച്ചു തരാമോ? ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. അവരോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്ര സെക്കൻഡുകൾ മാത്രം പോരെ, ഇതാണോ വലിയ ടാസ്ക്? ഇത് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധ നിലവാരം എന്താണ്? അയാൾ മനുഷ്യനാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകില്ലേ? രാഷ്ട്രീയമൊക്കെ നിൽക്കട്ടെ, അങ്ങ് സത്യസന്ധമായ അഭിപ്രായം പറ, നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിച്ചു പോകില്ലേ? അതുമാത്രമാണ് പിന്നീട് തുടർച്ചയായി വരുന്ന വാർത്തകളും വിശദീകരണങ്ങളും സംഭവവികാസങ്ങളും എന്താണ്? കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയെ മാത്രമാണോ? മനുഷ്യരെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി ഞെട്ടിപ്പിക്കുകയും നാണിപ്പിക്കുകയും ചെയ്യുന്ന സംഭവവികാസങ്ങൾക്കല്ലേ പിന്നീട് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്? അങ്ങ് ഞങ്ങളെ ആരെയും മുഖവിലക്കെടുക്കേണ്ട, അങ്ങയുടെ കൂടെയുള്ള, അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന, അങ്ങയുടെ നിലവാരത്തിലോ അതിനേക്കാൾ മുകളിലുള്ളവരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ, കോൺഗ്രസിലെ അന്തസ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനീയനായ ശ്രീ PJ കുര്യൻ, ബഹുമാനിയായ ബിന്ദു കൃഷ്ണ, ബഹുമാനിയായ KK രമ, ബഹുമാനിയായ ഉമാ തോമസ്, ബഹുമാനിയായ ഷാനിമോൾ ഉസ്മാൻ, ഇങ്ങനെ എത്ര പേർ ഇതിനോടൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഏറെ പ്രത്യേകതയുള്ള ഒരാളായി കൊണ്ടു നടക്കുന്ന സംഘടനാ ചുമതലയുള്ള ACC സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഡോക്ടർ ആഷ എന്താ എഴുതിയത്? സത്യസന്ധമായി പറയുകയല്ലേ, ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയം തോന്നുന്നു. നിങ്ങൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും വിട്, കോൺഗ്രസ് വിരുദ്ധരെയും വിട്, നിങ്ങളുടെ കൂടെ അടിയുറച്ച് നിൽക്കുന്ന നിങ്ങളെക്കാൾ വലിയ കോൺഗ്രസ്സുകാർ പറയുന്ന വാചകത്തോട് നിങ്ങൾക്ക് എന്തേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമില്ല?
അവരാകെ പറയുന്നത് എന്താണ്? ഇയാൾ MLA, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഇയാൾ രാഷ്ട്രീയത്തിലുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ സമുദായത്തിൽ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ, സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മനുഷ്യരൊത്തുചേരുന്ന ഏതെങ്കിലും ഒരു പൊതുസംവാദ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഒരാൾ ഉണ്ടാകാൻ പാടുണ്ടോ? അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് വേണം ഇത്തരം ന്യായീകരണങ്ങളും വെളുപ്പിക്കലുകളും ബാലൻസിങ്ങുകളും നടത്താൻ അങ്ങ് ഇറങ്ങി വരേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ചിന്തിക്കണം. AICCക്ക് ലഭിച്ച പരാതികളൊന്ന് ഇത് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ആരുടേതാണ്? അങ്ങേക്കാൾ വലിയ നേതാവായിരുന്ന കേരളത്തിലെ ഒരു മുൻ MPയുടെ മകളുടേതല്ലേ? എന്തായിരുന്നു അവർക്ക് നൊന്തുതല്ലി അവർക്ക് പറയേണ്ട വന്ന പരാതി എന്താണ്? അവർക്ക് നേരിടേണ്ട വന്ന പ്രതികരണം എന്താണ്? അത് കാസ്റ്റിയസ് റിമാർക്കായിരുന്നു, ഇല്ലേ? ജാതീയമായ അധിക്ഷേപമാണ്. പറഞ്ഞതാരാണ്? ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞത് പൊതുസമൂഹത്തോട് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോഴും കോൺഗ്രസിന്റെ സമുന്നത പദവി അലങ്കരിക്കുന്ന നേതാക്കന്മാരാണ്. ഇങ്ങനെ ഒരാൾ കോൺഗ്രസ്സായി മനുഷ്യനായി നമ്മുടെ നാട്ടിൽ വേണ്ടതുണ്ടോ? അതോ അർഹിക്കുന്ന സാമൂഹിക ബഹിഷ്കരണം നൽകി ഇദ്ദേഹത്തെ റദ്ദു ചെയ്യുകയാണോ വേണ്ടത്? അങ്ങ് ആലോചിച്ച് സത്യസന്ധമായ അഭിപ്രായം പറ. ശരി.